സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂലൈ 13 ശ്ലീഹാകാലം 6-ാം ഞായർ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. ദൈവകൽപ്പനകളോട് വിശ്വസ്തരായിരിക്കുക. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. ജെറുസലേം രക്ഷാകേന്ദ്രം. കോരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെ വാക്യങ്ങൾ. സർവ്വതും ദൈവമഹത്വത്തിന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 57-ാം വാക്യം മുതൽ 13-ാം അധ്യായം 5-ാം വാക്യം വരെ. പശ്ചാത്തപിക്കാത്തവൻ നശിക്കും. സിസ്റ്റം തകരാറിലാണ് സർ. രചന സിജോ പൈനാടത്ത്. ആഖ്യാനം രജിൻ ജോർജ്. ഇനി ലഹരി ഉപയോഗിക്കില്ലെന്നത് കുടുംബത്തിനും എന്നെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി എടുത്ത തീരുമാനമായിരുന്നു. എനിക്ക് ശരിക്കും ആ ശീലത്തിൽ നിന്ന് പുറത്ത് കടക്കണമായിരുന്നു. അതിനായി 1 മാസത്തിലേറെ തൊടുപുഴയിലെ ലഹരിമോചന കേന്ദ്രത്തിൽ ചികിത്സ നടത്തി. അത് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തി. എൻ്റെ മാറ്റത്തിൽ മരിച്ചുപോയ ഡാഡി സന്തോഷിക്കുന്നുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ വീണ്ടും ലഹരിയുടെ ശീലങ്ങളിലേക്ക് പോയാൽ ഡാഡി വിഷമിക്കുമെന്ന ചിന്ത തന്നെ വലിയൊരു രക്ഷാകവചമായി എനിക്ക് ചുറ്റും പ്രവർത്തിക്കുന്നു. സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും അപ്പുറം ലഹരി നൽകുന്ന ഒരു വസ്തുവും ഈ ലോകത്തിലില്ലെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ നടൻ ഷൈൻ ടോം ചാക്കോയുടേതാണ് വാക്കുകൾ. സെലിബ്രിറ്റികളിൽ നിന്ന് സമൂഹം അത്രയ്ക്കങ്ങ് പ്രതീക്ഷിക്കാത്ത ഏറ്റുപറച്ചിൽ. മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും നനവുള്ള വാക്കുകളെ അത്ഭുതത്തോടെയും ആദരവോടുമാണ് അദ്ദേഹത്തെ അറിയുന്നവർ കേട്ടത്. ലഹരി ഈ മനുഷ്യനെ നശിപ്പിക്കുമെന്ന് പലരും പറഞ്ഞിടത്ത് നിന്ന് ദൃഢനിശ്ചയത്തോടെയുള്ള മടക്കം. ഈ ഷൈൻ ഇനി ശരിക്കും ഷൈൻ ചെയ്യട്ടെ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം എന്ന് പഠിപ്പിക്കുന്ന ലൂക്കാ സുവിശേഷകന്റെ ഇന്നത്തെ വചനവിചാരത്തെ പശ്ചാത്തപിച്ചാൽ രക്ഷ എന്ന പ്രത്യാശയുള്ള സൂക്ഷ്മബോധ്യമായി കൂടി ധ്യാനിക്കാമെന്ന് തോന്നുന്നു. നീ തീർന്നടാ, തീർന്നു. സിനിമയിലും പുറത്തും കേൾക്കാറുള്ള ഈ ന്യൂജൻ വിധി തീർപ്പ് എത്രയോ പേരെക്കുറിച്ച് നമ്മൾ മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ തിന്മയുടെ വഴിയിലേക്ക് പോകുന്നത് കണ്ട് ചിലവേള തിരിച്ചു വരാനാകാത്ത വിധം അത്രമേൽ അരുതുകളുടെ ആഴങ്ങളിലേക്ക് പോയവരെക്കുറിച്ച്. അങ്ങനെ വിധി തീർപ്പ് കൽപ്പിച്ചകറ്റി വിട്ടവരിൽ ഒരാൾക്കെങ്കിലും പശ്ചാത്താപ സാധ്യതകളുടെ വാതിൽ തുറന്നിടാൻ എനിക്കായിട്ടുണ്ടോ? അവർ അത് അർഹിക്കുന്നുണ്ടാകില്ലേ? ചികിത്സയുടെ ആവശ്യത്തിന് കുടുംബത്തിനൊപ്പം ബംഗളൂരുവിലേക്കുള്ള യാത്രയിൽ കാർ അപകടത്തിൽപ്പെട്ടാണ് ഷൈൻ ടോമിന് പിതാവ് CP ചാക്കോയെ നഷ്ടമായത്. അപകടത്തിലേറ്റ പരിക്കിൽ നിന്ന് അമ്മ കാർമൽ മുക്തയായി വരുന്നു. കൈക്ക് ഗുരുതരമായ പരിക്കേറ്റ ഷൈൻ ഇന്നോളമുള്ള തൻ്റെ വഴികളിലെ വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് പുതിയ ജീവിതത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന് തുറന്നു പറഞ്ഞ നടി വിൻസി അലോഷ്യസിനോട് കഴിഞ്ഞ ദിവസം അതേ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പരസ്യമായി മാപ്പ് പറഞ്ഞതും ഷൈൻ ടോം ചാക്കോയുടെ തിരിച്ചുവരവിൽ ഹൈലൈറ്റായി. താരത്തിൻ്റെ തിളക്കമേറിയ തിരിച്ചുവരവ്. ലഹരിയുടെയും അഹങ്കാരത്തിൻ്റെയും നാവുപിഴകളുടെയും ഇരുൾ വീണ താരവഴികളിലാണ് തിരിച്ചറിവിലും തിരിച്ചുവരവിലുമുള്ള തിരുത്തിയെഴുത്ത്. പ്ലീസ് വെയിറ്റ്. പാപിയുടെ ജീവിതം പാപത്തിൽ അവസാനിക്കുന്നില്ല എന്നത് സുവിശേഷം അടിവരയിടുന്ന സവിശേഷ പാഠമാണ്. ഇടറി വീണുപോയ ഒരുപാട് പേരെ ഇരുളിൽ നിന്നും പടുകുഴികളിൽ നിന്നും മരണത്തിൽ നിന്നുപോലും തിരിച്ചു വിളിച്ച് പുതിയ ജീവിതം സമ്മാനിച്ചവൻ്റെ പേരാണല്ലോ ക്രിസ്തു. അവനല്ലാതെ മറ്റാർക്കാണ് ആ സവിശേഷ പാഠം പകർന്നു നൽകാനാവുക? പാപം ചെയ്തവനെ വിധിച്ച് മാറ്റി നിർത്തുന്നവരോട് ക്രിസ്തു പറയുന്നു, പ്ലീസ് വെയിറ്റ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ തുടർച്ചയിലാണ് ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുന്നത്. പലവട്ടം ഫലം തേടിയിട്ടും കാണാതായപ്പോൾ
സാധ്യതയുടെ ഒരു വട്ടം കൂടി സമയം കരുതി നൽകുന്നൊരു കർത്താവ്. പ്ലീസ് വെയിറ്റ്. ജീവിതം ഒരിക്കലും ദുരന്ത പര്യവസായി ആകേണ്ടതില്ല. ശുഭാരംഭങ്ങളുടെ പുതുവഴി തുറക്കുന്നതാവണം. പശ്ചാത്താപമാണ്, അതിലൂടെ നിഷ്കളങ്കമായൊരു യു-ടേൺ ആണ് പുതുവഴി തുറക്കാനുള്ള ഫോർമുല. സാവൂൾ മുതൽ ഇങ്ങോട്ട് എത്രയോ പേർ യു-ടേൺ പതാകയേന്തി നടക്കുന്നുണ്ട് നമുക്ക് മുൻപിൽ. അനുഗമിക്കാം. പാപവും ദുരന്തവും തമ്മിൽ. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വളരെ കൃത്യമായൊരു വ്യത്യാസം ഇന്നത്തെ സുവിശേഷ ഭാഗം അടയാളപ്പെടുത്തി തരുന്നുണ്ട്. അത് ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പാപം അനന്തരം മരണം എന്ന പൂർവ്വചിന്തയെ വളരെ വ്യക്തമായി തിരുത്തുന്ന ക്രിസ്തു. ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരെയേക്കാൾ കൂടുതൽ പാപികളായിരുന്നോ? സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ ജീവിച്ചിരുന്ന എല്ലാവരെയേക്കാൾ കുറ്റക്കാരായിരുന്നോ? ഈ ചോദ്യങ്ങൾക്ക് അല്ല എന്ന ഒറ്റ ഉത്തരത്തിലൂടെ മുൻകാലത്തെ അബദ്ധധാരണകളെ മാറ്റേണ്ട സമയമായെന്നുകൂടി ക്രിസ്തു പഠിപ്പിച്ചു. ചെയ്ത കൊള്ളരുതായ്മകൾക്കാണ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. നമ്മളെപ്പോഴോ മനസ്സിലെങ്കിലും പറഞ്ഞു പോയിട്ടുള്ള ഈ വിധി തീർപ്പ് പുതിയ നിയമത്തിലെ വിശ്വാസ ബോധനങ്ങൾക്ക് നിരക്കുന്നതാണോ? കഴിഞ്ഞ ജൂൺ 12 അഹമ്മദാബാദിൽ വിമാനം തകർന്ന് മരിച്ച 241 പേർ. കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച വീട്ടമ്മ. എന്ത് തെറ്റ് ചെയ്തിട്ടാകും അവർക്ക് അങ്ങനെയൊക്കെ? വിശ്വാസധാരകളിൽ പലരായി സെറ്റ് ചെയ്തു വെച്ച സിസ്റ്റങ്ങൾക്കും എന്തൊക്കെയോ കുഴപ്പമുണ്ടോ? സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിക്കണം. ചിലപ്പോൾ സിസ്റ്റം തന്നെയും മാറണം. ഭൂതകാലത്ത് നിന്ന് എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞെത്തിയ ചില അബദ്ധ ധാരണകളുടെ മേൽവിലാസങ്ങൾ പലതിനോടും ചേർത്ത് വയ്ക്കാൻ മടിക്കാത്തവർ ക്രിസ്തുവിനെ ഇനിയും അറിയണം. ശരിയും തെറ്റും. എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? ഞാൻ ശരി, ഞാൻ മാത്രം ശരി എന്ന് മനസ്സിൽ ആഞ്ഞുറപ്പിച്ച് വീമ്പിളക്കാൻ എത്രയോ എളുപ്പമാണ്. അത്തരം എളുപ്പവഴിയിൽ ക്രിയ ചെയ്ത് ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലാക്കി വിളമ്പുന്നവരും കുറവല്ല. അവരോട് നിങ്ങളുടെ വിചാരവും വിധികളും ശരിയല്ലെന്ന് സുവിശേഷം കൃത്യമായി പറയുന്നുണ്ട്. കപടനാട്യക്കാരെന്നാണ് അവർക്ക് വിളിപ്പേര്. ശത്രുവിനോട് കലഹിച്ച് കാലം കഴിച്ചു കൂട്ടുകയല്ല, രമ്യതപ്പെടാനുള്ള സാധ്യതകൾ എവിടെയെന്ന് തേടുകയാണ് വേണ്ടത്. ദൈവമഹത്വം. യുദ്ധത്തിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രി കിടക്കയിൽ എത്തുവോളം ഇഗ്നേഷ്യസ് എന്ന ചെറുപ്പക്കാരൻ്റെ വഴി ദൈവനിഷേധത്തിൻ്റെയും സുഖാന്വേഷണത്തിൻ്റെയും അഹങ്കാരങ്ങളുടേതുമായിരുന്നു. ചികിത്സാ നാളുകളിൽ വായിച്ച വിശുദ്ധരുടെ ജീവിതങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അവനിൽ യു-ടേൺ കുറിച്ചു. അനന്തരം മാനസാന്തരം, പശ്ചാത്താപം. അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും? ഈ ചോദ്യമായിരുന്നു ഇഗ്നേഷ്യസിൽ നിന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയിലേക്കുള്ള ദൂരം. മൺട്രീസാനുഭവത്തിലൂടെ എല്ലാം ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് എന്ന ആധ്യാത്മിക സാധനയുടെ തീക്ഷ്ണ ബോധ്യത്തിലേക്ക് ഇഗ്നേഷ്യസ് ഉണർന്നത് സഭയിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് നാന്ദിയായി. എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യണമെന്ന പൗലോസ്ലീഹായുടെ ഓർമ്മപ്പെടുത്തലും ഈ ഞായറിൽ വചനസുഗന്ധമാകുന്നു. മാനസാന്തരം, പശ്ചാത്താപം, തിരിച്ചറിവ്, ദൈവമഹത്വം. ആമേൻ. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂലൈ 13 ശ്ലീഹാകാലം 6-ാം ഞായർ. സിസ്റ്റം തകരാറിലാണ് സർ. രചന സിജോ പൈനാടത്ത്. ദീപിക കൊച്ചി ബ്യൂറോ ചീഫും എഴുത്തുകാരനുമാണ് ലേഖകൻ. ആഖ്യാനം രജിൻ ജോർജ്.